നിലവിൽ നമ്മുടെ സർക്കാർ ജില്ലയിൽ ഓരോ PR-ഡിയും നമ്മുടെ പേയ് വിഷബാധയ്ക്കെതിരെ ഒരു അപബോധം സൃഷ്ടിക്കുന്ന വീഡിയോകൾ ഉൾപ്പെടെ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഓരോ ജില്ലയിലും ആണെങ്കിൽ പേയ് വിഷബാധ കൂടി വരികയാണ്. അല്ലെങ്കിൽ ഈ നായകളുടെ ഉൾപ്പെടെ നായ ആണെങ്കിലും പൂച്ചയാണെങ്കിലും ഇതിന്റെയൊക്കെ മാന്തലോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഉമിനീരൊക്കെ കൊണ്ടുകൊണ്ട് പലർക്കും ഇതിനെ പറ്റി ഒരു അവബോധമില്ല, കൃത്യമായി ചികിത്സ എടുക്കണമെന്ന്. അപ്പൊ ഇത് കൂടി വരുന്ന ഒരു സാഹചര്യം കൂടെ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വന്യജീവികളുടെ ആണെങ്കിലും നാട്ടിലെ ജീവികളുടെ ആണെങ്കിലും ആക്രമണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം മാത്രം 3 ലക്ഷത്തിന് മുകളിൽ ആളുകളെയാണ് പട്ടി കടിച്ചിട്ടുള്ളത്. അതിൽ പലർക്കും പേയ് വിഷബാധ ഏറ്റു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂട്ടുള്ള ജീവികളൊക്കെ പെരുകി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കവലകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ 10-20 പട്ടികളൊക്കെയാണ് ഒന്നിച്ച് കാണുന്നത്. പണ്ടത്തേനെ അപേക്ഷിച്ച് ഇന്ന് പട്ടികളെ ഒന്നും ഉപദ്രവിക്കാൻ പോലും കഴിയില്ല. ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടതായിരുന്നു ഇതുകൂട്ട് പട്ടികടിയേറ്റ് ഒരു പ്രദേശത്ത് ഭയങ്കരമായിട്ട് പട്ടികടിയേറ്റ സമയത്ത് ആളുകൾ പട്ടികളെ തല്ലിക്കൊല്ലാൻ തുടങ്ങി. അതിനെതിരെ പോലീസ് കേസെടുക്കാൻ വരെ തുടങ്ങിയ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ ജീവികളെ ഒന്നും ചെയ്യുവാനും കഴിയില്ല, പക്ഷെ ഇതെല്ലാം പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സമൂഹത്തിന് ബാധ്യതയായി കുറേ ജീവികൾ ഇങ്ങനെ പെറ്റുപെരുകുമ്പോൾ സർക്കാർ കണ്ണും നട്ട് അല്ലെങ്കിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ്. ഒരു കാലത്ത് നമുക്ക് ഇതിനെപ്പറ്റി വലിയ അവബോധമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ പേയ് വിഷബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളെ മരണത്തിലേക്ക് തള്ളിവിടാം, ആ ഒരു സാഹചര്യം മാത്രമേ നമുക്ക് നിലവിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മുടെ ആരോഗ്യ മേഖലയാണെങ്കിൽ തന്നെ വളർന്നിട്ടുണ്ട്. വാക്സിൻ ആണെങ്കിൽ എല്ലായിടത്തും സുലഭമാണ്. അതോടൊപ്പം തന്നെ പലയിടത്തും സംഭവിക്കുന്ന ഒരു കാര്യം, വളർത്തുനായയുടെ ഉൾപ്പെടെ ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ അതിന്റെ ഉമിനീരോ മറ്റോ ഈ ചെറിയ കുട്ടികളിലൊക്കെ ചെന്നിട്ട് ഇവർക്ക് അറിയില്ല കൃത്യമായിട്ട് ഇതൊന്ന് ഇതിനെ അല്ലെങ്കിൽ കളിപ്പിക്കുമ്പോഴൊക്കെ ഒന്ന് ആന്തുന്നതൊക്കെ ആവാം, അല്ലെങ്കിൽ അത് മാന്തുന്നതാവാം. പക്ഷെ ആ ഒരു സാഹചര്യം പോലും കുട്ടികൾ ഈ മാതാപിതാക്കളോട് പറയില്ല, ഇതിങ്ങനെ ആക്രമിച്ചിട്ടുണ്ട് എന്നൊന്നും പറയില്ല. കാരണം അതിനെന്തെങ്കിലും അടി കിട്ടുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇവർ മിണ്ടാതിരിക്കും. അങ്ങനെ എത്ര കുട്ടികൾക്കാണ് ഇപ്പൊ അതിന്റെ ആ ഒരു രോഗം അല്ലെങ്കിൽ അതിന്റെ കീടാണുക്കൾ ഉള്ളിൽ ചെന്നിട്ട് പേയ് വിഷബാധയായി മാറിയത്. അല്ല, അങ്ങനെയുള്ള പേയ് വിഷബാധകൾ ഒരുപാടുണ്ട്. അതായത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികളാണെങ്കിലും പലപ്പോഴും വീട്ടിൽ വളർത്തുന്ന ജീവികൾക്ക് നമ്മൾ വാക്സിനൊക്കെ എടുക്കാറുണ്ട്. വാക്സിൻ എടുക്കാതെ നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് ആളുകൾ ജീവികളെ വളർത്തുന്നുണ്ട് എങ്കിലും പലപ്പോഴും ആളുകൾ ഇന്നത്തെ കാലത്ത് വാക്സിൻ എടുക്കാൻ തയ്യാറാകുന്നുണ്ട്. കാരണം അറിയാമല്ലോ, ഓരോ ദിവസവും ചിലപ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നത് ജനങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായതുകൊണ്ട് അവരെല്ലാം ഇപ്പോൾ സാധാരണഗതിയിൽ വാക്സിൻ എല്ലാം എടുക്കാറുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ചില ജീവികൾ വന്ന് മാന്തിയിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കടി കടിക്കുമ്പോൾ അല്ലെങ്കിൽ പോറൽ വീഴുമ്പോഴോ അവർ പോയി വാക്സിനൊക്കെ എടുക്കുന്നത്. പക്ഷെ അതും ഒരു വലിയ ബാധ്യതയാണ് ഈ വാക്സിൻ എടുക്കുന്നത് പറയുന്നത്. പലപ്പോഴും പല ഗവൺമെന്റ് ആശുപത്രികളിലും വാക്സിൻ ഇല്ല. അത് മറ്റൊരു കാര്യമാണ്. അപ്പൊ വാക്സിൻ എടുക്കാൻ വേണ്ടി ചെല്ലുകയാണെങ്കിൽ ചിലപ്പോൾ ജില്ലാ ആശുപത്രി മാത്രമേ വാക്സിൻ കാണത്തുള്ളൂ, അടുത്തുള്ള പ്രദേശങ്ങളൊന്നും വാക്സിൻ കാണത്തില്ല. അപ്പൊ വാക്സിൻ എടുക്കാൻ വേണ്ടി ഒരുപാട് ദൂരം പോകേണ്ട അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ ഇതിനുവേണ്ടി കളയേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മെഡിക്കൽ കോളേജിലേക്കൊക്കെ ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ അവിടേക്ക് പോകും, അവിടെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, അല്ലെങ്കിൽ അവിടെ ആയിരിക്കും കൃത്യമായി വാക്സിൻ ഉള്ളതെന്ന് പറയും. അതിനപ്പുറത്തേക്ക് ഈ തെരുവ് നായ്ക്കുട്ടികളെ അല്ലെങ്കിൽ ആ നായകള് അങ്ങോട്ട് ആക്രമിക്കുന്നത് കൊണ്ട് അതേപോലെ അത് വലിയൊരു വിഷയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ വളർത്തുന്ന ജീവികളുടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ കടി കിട്ടുന്ന നാട്ടിലുള്ള നായകളുടെയാണ്. ഈ നായകൾ എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തെരുവിൽ നമ്മൾ ഡെയിലി കാണുന്നത് നായയായിരിക്കും. ഒരു പ്രകോപനം ഇല്ലാതെ ചിലപ്പോൾ അത് നാളെ വന്ന് കടിച്ചിട്ട് പോയെന്നിരിക്കാം. അത് മാത്രമാണ് ഇത് കാരണം ഉണ്ടാകുന്ന ആക്സിഡന്റുകൾ പലതാണ്. വന്യജീവി ആക്രമണത്തെക്കാൾ കൂടുതലാണ് ഈ തെരുവ് നായകൾ കാരണം ഉണ്ടാകുന്ന ആക്സിഡന്റ്. ദിനം പ്രതി എന്തോരം ആക്സിഡന്റ് ആണ് ഉണ്ടാകുന്നത്. അതിൽ എത്ര ജീവൻ പൊടിയുന്നുണ്ട്. ഒരു കാലത്ത് നല്ല രീതിയിൽ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഒരു കാലത്തല്ല, ഇപ്പോഴും അത് സംഭവിക്കുന്നുണ്ട്. പല ബൈക്ക് യാത്രക്കാരും ആക്സിഡന്റ് പറ്റുന്ന ഈ പട്ടി കുറുക്കെ ആടുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഈ പട്ടി എന്ന് വെച്ചാൽ ഒരു പുലിയൊക്കെ ഇറങ്ങി കടിച്ച് കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പട്ടിയുടെ അത്ര ക്രൂരമായ ആക്രമണമൊക്കെ ബീച്ചിലോ അല്ലെങ്കിൽ പറമ്പിലൊക്കെ സംഭവിച്ച ഒരു സമയത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികളെ വല്ല ഓടിച്ചിട്ട് പട്ടി കടിക്കുകയാണ്. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കാരണം നിന്നും തിരിച്ചു വരുന്ന ഒരു ചെറിയ കുട്ടിയെ ആക്രമിക്കാൻ വന്ന പട്ടിയെ ഓടിക്കുന്നതിന്റെ ഇടയ്ക്ക് ആ കുട്ടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ ഒന്ന് സ്ത്രീ അത് ക്രൂരമായി കടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് സ്കൂൾ വാനിൽ കയറാൻ നിൽക്കുന്ന പട്ടി വന്ന് കടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പട്ടി കടിച്ചു കീറുന്ന കുട്ടികളുടെ വീഡിയോകൾ ഓരോ ദിവസവും നമ്മൾ കാണുന്ന അതുകൊണ്ടുള്ള വീഡിയോകളാണ്. എന്നിട്ടും സർക്കാർ മൗനത്തിലാണ്. അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കുമ്പം വേണമെങ്കിൽ അവിടെ വന്നിട്ട് പട്ടികളെ വന്ധീകരണം നടത്താനുള്ള എന്തെങ്കിലും പരിപാടിയായിട്ട് വരും. ഈ നാട്ടിൽ എന്താ, ആരെങ്കിലും മരിച്ചാൽ മാത്രമേ ഇവരെല്ലാം കണ്ണു തുറക്കൂ. കാരണം നമ്മളൊരു പൊതുവിടത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ കൂട്ടം ചേർന്ന് തന്നെ എത്രയോ നായകൾ നിൽക്കുന്നുണ്ടാവാം. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ വണ്ടിയും കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ഉൾപ്രദേശത്തൂടെ പോവുകയാണെങ്കിൽ പട്ടികൾ പുറകെ വരും. ഒന്നെങ്കിൽ കടിച്ച് താഴെ ഇടും, അല്ലെങ്കിൽ നമ്മൾ ജീവനും കൊണ്ട് ഓടിക്കോണം.
അല്ലെങ്കിൽ ഈ പോകുന്ന വഴിക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ തെറ്റി നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു കയറുന്നത്. പക്ഷെ അതിനൊരു കാര്യമുണ്ട്, കാരണം അത് വന്യജീവി ആക്രമണമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടപരിഹാരം ഒന്നും കിട്ടാനും പോകുന്നില്ല. കാരണം നായ കുറുക്ക് ചാടിയതാണ്, അതിനൊന്നും ചെയ്യാനുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലവിലില്ല, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ അതിനെതിരെ പ്രത്യേകിച്ച് നിയമങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നൽകുന്നുമില്ല. അല്ലെങ്കിൽ അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻഷുറൻസും എല്ലാം കിട്ടുമായിരിക്കും. അല്ലാണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തെരുവനായി ആക്രമിച്ചിട്ട് ഒരാൾക്കും നല്ല രീതിയിലുള്ള ഫണ്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ ഒന്നും കിട്ടിയതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഇനിയും ആണെങ്കിലും ഈ തെരുവ് നായ്ക്കള് ആക്രമിക്കുന്നതിന് മറ്റൊരു കാരണം കൂടെ. ചിലർക്ക് ഈ നായകളോട് വളരെയധികം സ്നേഹം തോന്നുന്ന ആൾക്കാരുണ്ട്. അപ്പൊ തെരുവ് നായിയാണെങ്കിലും നമ്മൾ പോയി അതിനെ ഒന്ന് കൊഞ്ചിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴും ശ്രദ്ധിക്കണം, ഇതിനാരും വാക്സിൻ എടുക്കുന്ന നായികൾ, കുട്ടികൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ നായകള് വീട്ടിൽ നായകളുള്ള ആൾക്കാരാണെങ്കിൽ, ഉറപ്പായിട്ട് നായോട് സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ പുറത്ത് നായയെ കാണുമ്പോഴും അല്ല, നമ്മൾക്ക് എല്ലാ ജീവികളോടും സ്നേഹമുള്ളത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ ജീവികൾക്ക് എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് തെരുവിൽ വളരുന്നതുകൊണ്ട് എപ്പോഴാണ് ഇത് അക്രമകാരിയായി മാറുന്നതെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ഇന്ന് കാണുന്ന നായ ആയിരിക്കത്തില്ല, കാരണം അതിന്റെ സഹവാസം പല നായകളുമായിട്ടായിരിക്കും. ചിലപ്പോൾ പേവിഷബാധയേറ്റ മറ്റൊരു നായ വന്ന് ഇതിനെ കടിച്ചു കഴിഞ്ഞാൽ ഇതും ആക്രോശപരമാവും. അപ്പൊ ഇത് ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പേവിഷബാധ ഉണ്ടാവും. പേവിഷബാധ ഉണ്ടാവുന്നത് ഒരു നിസ്സാര കാര്യമൊന്നും അല്ല, ഒരു പനി വന്ന് പോകുന്ന പോലെയൊന്നും അല്ല. ചിലപ്പോൾ നമ്മുടെ ജീവൻ വരെ പോകും. അല്ലെങ്കിൽ നമ്മൾ പല സിനിമയിലും, പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ പേവിഷബാധ ഏറ്റിട്ട് നല്ല രീതിയിൽ മൂർച്ഛിച്ചു കഴിയുമ്പോഴാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ വാക്സിൻ ഒന്നും കൊടുത്തിട്ടൊന്നും ആ ഒരു സമയത്ത് കാര്യമില്ല. അയാളെ മരണത്തിലേക്ക് തള്ളിവിടാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പണ്ട് കാലത്ത് വസൂരി വന്ന് ജനങ്ങൾ കൂടുതലായിട്ട് മരിച്ച പോലെയായിരുന്നു ഒരു കാലത്ത് റാബിസ് വന്നിട്ട് ആൾക്കാർ മരിക്കുന്നത്. വാക്സിൻ ഒക്കെ ശിഷ്യത്തൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും ഇത് മൂർച്ഛിച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗത്തിന് ഒന്നും പ്രതിരോധിക്കാൻ പറ്റി മാത്രോ. പാമ്പിന്റെ ശല്യം ഇപ്പം കൂടിയിട്ടുണ്ട് ഒരുപാട്. പലയിടത്തും ഇപ്പൊ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത് പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. എത്ര പേരാണ് പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്? അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാലും അതിനെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമ്പോൾ പല ആശുപത്രികളിലും അതിന് പറ്റിയ മരുന്നുകളില്ല. നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ്, പല ഹോസ്പിറ്റലുകളും മരുന്നില്ല. അത് വലിയൊരു ബാധ്യത തന്നെയാണ്. അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള മരുന്നുകളൊന്നും പല ഹോസ്പിറ്റലുകളിലും ഇല്ല. പക്ഷെ ഇതിലൊക്കെ കൂടുതലായിട്ട് പെടുന്നത് സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തുള്ളൂ. പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വാങ്ങിക്കുന്നത്. ഒരു പാമ്പ് കടിയേറ്റ് ഒരാളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറ്റി കഴിഞ്ഞാൽ എത്ര ദിവസം അയാളെ ഐസിയുലിടും? പക്ഷെ എന്റെ യാഥാർത്ഥ്യ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവൻ രക്ഷിക്കണമെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയേ. അല്ല, ജീവൻ രക്ഷിക്കാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം. അതിനൊന്നും മാർഗമില്ലാത്ത ഒരാളാണെങ്കിൽ അവന്റെ കിടപ്പാടം വരെ പണയം വെക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ നാളെ അവന് ജീവിക്കാൻ ഒരു മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ ആശുപത്രിക്ക് തൻ്റെ പേരിലുള്ള മൊത്തം എഴുതി കൊടുത്ത് അവന്റെ ജീവന് വേണ്ടിയിട്ട് അവന്റെ വീട്ടുകാരെയും മുഴുവനും, അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ പേവിഷബാധ ഉള്ള നായയാണോ അല്ലാത്ത നായയാണോ തിരിച്ചറിയാൻ പോലും പലർക്കും സാധിക്കാത്തൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പലരെയും ഇത് അല്ലെങ്കിൽ ഒന്ന് കടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് വിചാരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയില്ല. കൃത്യമായിട്ട് വാക്സിൻ എടുക്കണമെന്ന് അറിയാവുന്ന ആൾക്കാർ പോയി വാക്സിൻ എടുക്കും. അല്ലാത്ത സാഹചര്യമുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിത്യം ഈ ജോലിക്ക് പോയി അന്നന്ന് ജോലിക്ക് പോയി കഴിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അത്തരം ആൾക്കാർക്ക് കൂടുതലായിട്ട് ഈ ഒരു പേവിഷബാധ ബാധിക്കാനും, അതേപോലെ അത് മൂർച്ഛിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അല്ലെങ്കിൽ അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പറയാം ഇന്നയാള് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് എന്റെ നാട്ടിൽ തന്നെ ഒരാളെ പേവിഷബാധയുള്ള ഒരു നായ കടിച്ചതിന്റെ ഒരു വാർത്തയൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് കടിച്ചത് പേവിഷബാധ ഉള്ളതാണെന്ന് അറിയുമ്പോൾ മാത്രം നമ്മൾ അതിനെതിരെ, അല്ലെങ്കിൽ ആ ഒരു പഞ്ചായത്താണെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കും. ആ ഒരു സമയത്ത് കൊണ്ട് ഇതിനൊക്കെ കുത്തിവെക്കപ്പ് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ട് എത്രയോ പഞ്ചായത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പോയി കുത്തിവെക്കുന്നതായിരിക്കും. കാരണം അവർക്ക് അവിടെ ജീവിക്കണ്ടേ. സർക്കാർ വന്നിട്ട് നടപടി എടുത്തിട്ട് എന്ന് ഇതൊക്കെ സാധിക്കാനാണ്. അതുകൊണ്ട് സ്വന്തമായിട്ട് അങ്ങ് ഇറങ്ങി തിരിക്കുകയാണ്. നാളെയെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ.